അത് അത് വളരെ ഇതിന് എതിർവാദമുണ്ട്. ഒരു മിനിറ്റ് ഷീജ, ഇതിന് മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. ഷിബിച്ചാൻ അത് അവരുടെ വാദത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞോട്ടെ. ഇവൻ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, ദൈവം ഇവിടെ മോശയ്ക്ക് എഴുതി കൊടുത്തത്. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മോശയ്ക്ക് കൊടുത്തത് യഹോവ എന്ന ഏതോ കൊടുത്തെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ വളരെ ദൈവം കൊടുക്കുമ്പോൾ ആ ഭാഷയ്ക്ക് വളരെ കൃത്യത കാണും. അത് പറഞ്ഞിട്ട് മോശയോട് പറയുന്നുണ്ട്, ആ ഭാഷ പോയി തൻ്റെ ജനത്തോട് എങ്ങനെ തൻ്റെ ജനത്തെ അറിയിക്കുവാനായിട്ടുള്ള ഭാഷയാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അങ്ങനെ ജനത്തിന് കൊടുക്കുന്ന ഭാഷയിൽ നിങ്ങൾ പറയുന്ന ഏത് ഭാഷ ആയിക്കൊള്ളട്ടെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പറയുന്ന പോലെ വരച്ചോ ഗുണിച്ചോ എന്തോ പടമാക്കിയോ പിന്നെ കാളെ ഏത് ഭാഷ, അത് ഭാഷയുടെ ഓരോ രീതികളാണ്. നമ്മുടെ ഭാഷ കാണുമ്പോഴും അല്ല ചൈനീസ് ഭാഷ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പോലുള്ള പലതരം വ്യത്യാസങ്ങളും പലർക്കും അറിയാമല്ലോ. നമുക്ക് കാണുമ്പോൾ ചൈനീസ് ഭാഷ കാണുന്ന വരയും കുരയും പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഭാഷയ്ക്ക് ഒരു എന്താ പറയുക വ്യാകരണോ അല്ലെങ്കിൽ സംസാരം ഉണ്ടെന്നുള്ളൊരു കാര്യം മറക്കരുത്. കാര്യം ഈ ഭാഷ കൊണ്ടുപോയിട്ട് അവരുടെ മുമ്പിലായിട്ട് പകർപ്പ് കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കാത്ത പക്ഷെ ഈ ഭാഷ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ആർക്ക് തൻ്റെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. ആര് സംസാരിക്കുന്നത്? മോശ സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അപ്പോൾ ആ ദൈവം കൊടുത്ത ഭാഷയെക്കുറിച്ച് പിന്നീട് വന്ന പ്രവാചകന്മാരും സകല ആളുകളും എഴുതി വെച്ചിരിക്കുന്നതും പ്രത്യേകാൽ മോശ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ആ എടുത്ത് പറയുന്ന കാര്യം ഈ പറഞ്ഞതുപോലെ യഹൂദജനത്തിന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് അവർക്കറിയാവുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, എന്ന മോശയ്ക്ക് എഴുതി കൊടുത്ത നാൾ മുതൽ ഇന്ന് വരെയും അവർക്ക് എഴുതി കൊടുത്ത അതേ ഭാഷയിൽ തന്നെ അന്നും ഇന്നും എന്നും എല്ലാ ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു മാറ്റമില്ലാതെ അതേ ദൈവത്തിന് മാറ്റമില്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ഈ പറഞ്ഞ ഭാഷയ്ക്ക് മാറ്റം വരാൻ പാടില്ലല്ലോ. അപ്പോൾ പല ജനത്തോടും പല രീതിയിലല്ലല്ലോ ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചു. ആ ജനത്തോട് കർത്താവ് തന്നെ എടുത്ത് വായിക്കുന്ന വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മോശയുടെ ചുരുളുകൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നല്ലോ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വായിച്ചത് കർത്താവ് തന്നെയാണ്. അത് ഏത് ഭാഷ, ഇതെല്ലാം പോലെ കർത്താവിനെ ഇത് കൂടാതെ കർത്താവിനെ വന്ന് എബ്രായർ ഭാഷയിൽ റബ്ബൂനി എന്ന് വിളിക്കുന്ന ഉണ്ട്. ഞാൻ ഇതിനോട്ട് കൊണ്ടുവന്നില്ല, എനിക്ക് സമയമില്ല. ചർച്ചയ്ക്കുള്ള നല്ല ഇതായിരുന്നു. ഇത് നമുക്ക് പിന്നീട് ശിവചാനുമായിട്ട് നല്ലോണം ഞാനിരുന്ന് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഭാഷയുടെ പേര് പറയാൻ കഴിയുമോ ഇല്ലയോ, ആ ഭാഷ ഏതാണെന്നും ആ ഭാഷ പിന്നീട് മാറ്റം വരാനുള്ള കാരണം എന്താണെന്നും കർത്താവ് വായിച്ചത് ഇനിയും ട്രാൻസ്ലേറ്റ് 70 പേരെയും കൊണ്ട് ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയ സെപ്റ്റുജന്റ് ഭാഷയിൽ നിന്നാണ് കർത്താവ് പറഞ്ഞ ആ ഗതികേടും കൂടെ ഒരു സംശയം ചോദിച്ചോട്ടെ ദിനോച്ചനോട്. ദൈവം എഴുതി കൊടുത്തു എന്ന് പറയുമ്പം ഇനിയിപ്പം ദിനോച്ചന്റെ വിശ്വാസം ശരിയായിരിക്കും, ദൈവം കൈകൊണ്ട് എഴുതിയതായിരിക്കും, എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല തൽക്കാലം. ദൈവം കൊടുത്തു എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ഭാഷയ്ക്കും നിങ്ങളോട് ആര് സംസാരിച്ചു? എന്റെ ആലോചന നിങ്ങളുമായിട്ട് എന്ത് ബന്ധം? ഇത് ഞാൻ ശിവചാൻ കൊടുത്ത മറുപടി, അതിന് മറുപടി ശിവചാൻ പറയട്ടത്. ദിനോച്ചോ, ഇത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോണ്ട് വരുന്നേ? അല്ലല്ല, അതാ ആലോചനയോട് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ശിവചാനാണ് ഇതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടത്. നിങ്ങളത് കേട്ടേ, എനിക്ക് നിങ്ങളെ കേട്ടിട്ട് കാര്യമില്ലേ? ഒരു മിനിറ്റ് നിങ്ങളെ ഒരു മിനിറ്റ് ആൻഡ്രോയി ഒന്ന് മീറ്റ് ചെയ്തേ. ഒരു കാര്യം കൂടെ ഞാനെന്തിനാ ആലോചിക്കുന്നത്? ആലോചിക്കാണ് ഇതുണ്ടല്ലോ, ശിവചാനായിട്ടുണ്ടല്ലോ. ആൻഡോ ഒന്ന് മീറ്റ് ചെയ്തേ. ആൻഡോ ഒരു കാര്യം പറയട്ടെ, ഒന്ന് മീറ്റ് ചെയ്തേ. ഇത് നോക്ക്, ശിവചാൻ മുമ്പേ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് തീർന്നു, അദ്ദേഹത്തിന് ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ആ സബ്ജക്ട് ഇവിടെ ഉണ്ട്. ആ സബ്ജക്റ്റിൽ മറ്റാർക്കെങ്കിലും അഭിപ്രായം വേണേ പറഞ്ഞോട്ടെ. പിന്നെ ഡിനോ അതിന് റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ മതി. ആൻഡോയ്ക്ക് ആൻഡോയുടെ അഭിപ്രായം പറയട്ടെ. ഇവിടെ പൊതുവായിട്ട് വന്നൊരു വിഷയമല്ലേ, നിങ്ങൾ തമ്മിലാണ് സംസാരിച്ചതെങ്കിലും പൊതുവായിട്ട് വന്നൊരു വിഷയമാണ്. ആ വിഷയത്തെ കുറിച്ച് ആൻഡോയ്ക്ക് അഭിപ്രായം ഉണ്ടെ പറഞ്ഞോട്ടെ. ഡിനോ റെസ്പോണ്ട് ചെയ്യും. ഡിനോ വിളിച്ചിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ആൻഡോ ഡിനോ എന്നെ വിളിച്ചോ. ഞാനിപ്പോ ശിവചായ ഒരു മിനിറ്റ് ശിവചായ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചത്.
മാത് കിടന്നേ, ഞാൻ ശിവച്ചായെന്ന് പറഞ്ഞ കിടന്ന വിളിച്ചതിനോടാണ് ഇത് സംസാരിക്കാന്ന് പറഞ്ഞു വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ആൻഡോച്ച എന്നെ വിളിച്ചിട്ട് പറയാണ് ഡിനോ, എനിക്ക് ജിൻഡോച്ചനോടല്ല മറുപടി പറഞ്ഞത്, വളരെ വ്യക്തമായിട്ട് ശിവച്ചാനോട് പറഞ്ഞു. ശിവച്ചാനല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് മറുപടി പറഞ്ഞോട്ട് ഞാൻ കേൾക്കാം, അതല്ല അതിന്റെ ന്യായം. അത് ശിവച്ചാൻ പറഞ്ഞു കഴിഞ്ഞു ഡിനോ, അത് തീർന്നു. നിൽക്കുന്നത് എന്തിനാ? അല്ല, അത് നമ്മൾ വഴക്കുണ്ടാക്കേണ്ടതേ. അത് ഹൈറോഗ്ലൈഫിക് ഹീബ്രു ആണ്, ഹൈറോഗ്ലൈഫിക് ആണ്. അതിനകത്ത് ഇപ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബെറി യഷീത്ത് എന്ന് എഴുതിയിരിക്കുന്നത് ഹൈറോഗ്ലൈഫിക്കിൽ എഴുതുമ്പം ഹോൾ ഗോസ്പൽ, അതായത് മുഴുവൻ സുവിശേഷം ആ ഒറ്റ വാക്കാലുണ്ട്. അതുപോലെ ഓരോ വാക്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതിയിരിക്കുന്നേ. ആ അർത്ഥങ്ങൾ മുഴുവൻ പോയി അടുത്ത ഹീബ്രു, പാലിയോ ഹീബ്രു ഒക്കെ വരുമ്പോഴേക്കും പിന്നെ അതില്ല. അപ്പൊ ആ ഒറിജിനൽ ടെക്സ്റ്റിൽ എഴുതിയിരുന്നതാണ് ആദ്യം കിട്ടിയത്, മോശയുടെ കാലത്ത് കിട്ടിയത്. അതിപ്പോ ഇന്ന് ആരുടെയിലുണ്ട്? ആരും അത് ഫോളോ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ വാദം സ്റ്റില് നിൽക്കുക കേട്ടോ. കർത്താവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഹീബ്രു ടെക്സ്റ്റ് കാണിച്ചു തരണം. പിന്നെ കർത്താവിന്റെ ഗതികേടെ ട്രാൻസ്ലേറ്ററെ വെച്ചിട്ട് എഴുതിയിട്ടിട്ട് അത് പറയുന്ന കർത്താവിന്റെ ഒരു ഗതികേട് ഭയങ്കര ആൻഡോച്ച. അതെനിക്കറിയത്തില്ല. അവിടെ ഉണ്ടായിരുന്ന സാധനം കാണിച്ചു തരണം. പിന്നെ ഈ പറയുന്ന ആ കർത്താവ് പോയി കുത്തി നിന്ന പള്ളിക്കകത്ത് അല്ലെന്നേ, എന്നാലും ദൈവം മോശയ്ക്ക് കൊടുത്തിട്ട് അത് എടുത്തിട്ട് അടി ഒരു 1.5 അടിയായി പോയി. കഷ്ടം. നിങ്ങൾ ആദ്യം തന്നെ ഈ ഹെലനൈസേഷൻ എന്നാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? അത് ആസ്മോണിയൻ ഡൈനാസ്റ്റി, ഹെലനൈസേഷൻ, ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ കർത്താവിന്റെ കാലത്തിന് തൊട്ടു മുമ്പ് നടന്ന മക്കബായൻ റിവോൾട്ട് ഇതെല്ലാം ഒന്ന് ഗ്രഹിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. യഹൂദന്മാര് ടോട്ടലി യവനവൽക്കരിക്കപ്പെട്ടു. യഹൂദന്മാരിൽ വളരെ ചെറിയൊരു വിഭാഗം യവനവൽക്കരിക്കപ്പെടാത്ത യഹൂദന്മാരുള്ളൂ. അത് യെരുശലേമിൽ താമസിച്ച കുറെ പഴയ അച്ചായന്മാര് മാത്രമാണ്. ബാക്കിയുള്ള യഹൂദന്മാര് മുഴുവൻ യവനവൽക്കരിക്കപ്പെട്ടു. ഇന്നിപ്പോ നിങ്ങളുടെ പെന്തക്കോസുകാരെ എടുത്തു. പെന്തക്കോസ്റ്റിൽ ഇന്നിപ്പോ ഇംഗ്ലീഷ് പറയുന്നവരല്ലേ ചെറുപ്പക്കാര്, തലമുറ മുഴുവൻ. മലയാളം പറയുന്ന എത്ര പേരുണ്ട്? മലയാളത്തിൽ തന്നെയുള്ള കറുത്ത വേദപുസ്തകം വായിക്കണമെന്ന് ശടിച്ചു കഴിഞ്ഞാൽ ആര് വായിക്കും? അതുപോലെയായിരുന്നു യഹൂദന്മാരുടെ അക്കാലത്ത്. എല്ലാവരും ഗ്രീക്കിന്റെ പുറകെയായിരുന്നു. അതുകൊണ്ടാണ് ഗ്രീക്ക് ബൈബിൾ വേണമെന്ന് അവർക്ക് ആവശ്യം വന്നത്. അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. വ്യാപകമായിട്ട് ഗ്രീക്ക് ബൈബിള് വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആരും എബ്രായ ബൈബിൾ വായിക്കുന്നില്ലായിരുന്നു. ഇതാണ് യേശു ക്രിസ്തുവിന്റെ കാലത്തെ കാര്യം. ഗലാത്യ ലേഖനം 4:4 പറയുന്നത്, when time had fully come, God sent his son under the son born of a woman, under the law born of a woman എന്ന് പറയും. ഗലാത്യർ 4:4 ദൈവം കാലസമ്പൂർണ്ണ വന്നപ്പോൾ തന്റെ പുത്രനെ. ഈ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ when time had fully come. എങ്ങനെയാണ് ഈ കാലം മുഴുവനായിട്ട് വന്നത്? അത് നിങ്ങളുടെ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനായ ഡൊണാൾഡ് ജി കത്രിയുടെ ന്യൂ ടെസ്റ്റമെന്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആ പുസ്തകം എടുത്തിട്ട് വായിര്. ഇനി കത്തോലിക്കനോ യാക്കോബക്കാരനോ പറഞ്ഞു വേണ്ട, പ്രൊട്ടസ്റ്റന്റുകാരൻ തന്നെ പറഞ്ഞു വായിച്ചു. ഡൊണാൾഡ് കത്രി പറയുന്നുണ്ട്, ദൈവം ലോകത്തെ 4 രീതിയിൽ ഒരുക്കി. കൃത്യമായി ദൈവത്തിന്റെ പുത്രൻ വരാൻ ലോകം ഒരുക്കപ്പെട്ടു. അതിലൊന്ന് പുള്ളി പറയുന്ന പൊളിറ്റിക്കൽ പ്രിപ്പറേഷൻ ആണ്. ദൈവം ലോകത്തെ രാഷ്ട്രീയമായിട്ട് ഒരുക്കി, ദൈവം ലോകത്തെ സാമ്പത്തികമായിട്ട് ഒരുക്കി, സാംസ്കാരികമായും ഭാഷാപരമായും ഒരുക്കി. കാരണം ഗ്രീക്ക് ഭാഷ പൂർണ്ണമായും സ്വാധീനിച്ചു. ഹെലനൈസേഷൻ. ഞാൻ പറഞ്ഞു ഇത് പറയുന്ന ഡൊണാൾഡ് കത്രിയാണ്, പ്രൊട്ടസ്റ്റന്റ് തിയോളജിയനാണ്. ഏറ്റവും വലിയ ന്യൂ ടെസ്റ്റന്റ് തിയോളജിയനായിട്ട് പ്രൊട്ടസ്റ്റന്റ് വേൾഡ് കൺസിഡർ ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. അദ്ദേഹത്തിന്റെ ന്യൂ ടെസ്റ്റന്റ് ഇൻട്രൊഡക്ഷൻ ബുക്ക് എടുത്ത് വായിക്കാം. അതിനകത്ത് ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ ഹെലനൈസേഷൻ നടന്നത് കൊണ്ട്, കാരണം ആ യേശുക്രിസ്തു വരുന്നത് കുറെ കൂടെ മുൻപ് ഏർലി ആയിരുന്നെങ്കിൽ ഈ ഹെലനൈസേഷൻ നടക്കില്ലായിരുന്നു. കത്രി വാദിക്കുന്നത് ഹെലനൈസേഷന് ശേഷം കർത്താവ് വന്നതുകൊണ്ടാണ് പുതിയ നിയമ തിരുവെഴുത്തുകൾ ഗ്രീക്കിൽ അർത്ഥശങ്കക്കിടയില്ലാതെ എഴുതാൻ സാധിച്ചത്. അതിനു മുമ്പായിരുന്നെങ്കിൽ കൃത്യമായ അർത്ഥത്തോടുകൂടെ പൗലൂസിന് ലേഖനം എഴുതാൻ പറ്റില്ലായിരുന്നു, ഈ പറഞ്ഞ സുവിശേഷങ്ങൾ എഴുതുവാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് ഭാഷ പോലും കടമെടുത്തത് ഗ്രീക്ക് പദങ്ങളെയാണ്. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയെ പോലും സമ്പുഷ്ടീകരിച്ച, ലോകം മുഴുവൻ വ്യാപരിച്ച ഇംഗ്ലീഷും ലാറ്റിനും ഒക്കെ ഗ്രീക്കിൽ നിന്ന് കടം കൊണ്ടു. അപ്പൊ അത്രമാത്രം സുന്ദരമായ ഒരു ഭാഷ ഈ തിരുവെഴുത്ത്, പുതിയ നിയമ തിരുവെഴുത്ത് നമുക്ക് തരാൻ വേണ്ടി ലോകത്ത് മുഴുവൻ, പ്രത്യേകിച്ച് യഹൂദ ജനത്തിന്റെ ഇടയിൽ ആ ലാംഗ്വേജ് പടർന്നു. ഈ ലാംഗ്വേജ് യഹൂദ ജനത്തിന് സ്വീകാര്യമായിട്ട് യഹൂദ ജനത്തിന്റെ ഇടയിൽ മുഴുവൻ ഗ്രീക്ക് വൽക്കരണം അല്ലെങ്കിൽ യവനവൽക്കരണം നടന്നില്ലായിരുന്നെങ്കിൽ, കർത്താവിന്റെ വരവ് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മുടെ തിരുവെഴുത്തുകൾ നമുക്ക് ഈ രൂപത്തിൽ ലഭിക്കില്ലായിരുന്നു എന്നാണ് കത്രി പറയുന്നത്. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ ഗ്രീക്ക് ആണെന്നും
ദൈവം പുതിയ നിയമ തിരുവെഴുത്തുകളെ അവതരിപ്പിക്കാൻ ഗ്രീക്ക് ഭാഷ തെരഞ്ഞെടുത്തെന്നും അതിനു മുന്നോടിയായി യഹൂദരുടെ ഇടയിൽ ഗ്രീക്ക് വൽക്കരണം നടന്നെന്നും പഴയ നിയമ തിരുവെഴുത്തുകളുടെയും ഗ്രീക്ക് പ്രതിയെ ദൈവം ലഭ്യമാക്കിയെന്നും ആ ഗ്രീക്ക് പ്രതി സ്വാധീനിക്കുകയും ആ ഗ്രീക്ക് പ്രതിക്ക് വർദ്ധിച്ച സ്വീകാര്യതയും വിപുലമായ പ്രചാരണവും യഹൂദ ജനത്തിന്റെ ഇടയിൽ കിട്ടുകയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചതാണ്. കാലം അതിന്റെ പൂർണ്ണതയിലെത്തി. വെൻ ടൈം ഹാഡ് ഫുള്ളി കം. അത് ലിംഗ്വിസ്റ്റിക്കൽ പ്രിപ്പറേഷൻ ഓഫ് ദ ടൈം എന്നാണ് ഡൊണാൾഡ് ഗത്രി പറയുന്നത്. അത് പൊളിറ്റിക്കൽ പ്രിപ്പറേഷൻ ഉണ്ട്. അതിനകത്ത് ദാവീദിന്റെ കുടുംബം ദരിദ്രമായി, രാജാവായിരിക്കുന്ന ത്രോണിൽ ഇരിക്കേണ്ട ആള് ഒരു കുടിലിൽ ജനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അതാണ് എങ്കിൽ മാത്രമേ സുവിശേഷത്തിന്റെ ബ്യൂട്ടി വരത്തുള്ളൂ. അതുകൊണ്ട് ഗോഡ് വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ടൈം. ദാവീദ് രാജാവായും അല്ലെ ശലോമോൻ പ്രതാപവാനായിട്ടും ഇരിക്കുമ്പോഴാണ് ഈ ദൈവപുത്രൻ വരുന്നതെങ്കിൽ ഈ സുവിശേഷത്തിന് ഇത്രയും ബ്യൂട്ടി വരത്തില്ല, സുവിശേഷത്തിന് ഇത്രയും ഗ്ലോറി വരത്തില്ല. അതുകൊണ്ട് ആ രാജകുടുംബം ക്ഷയിച്ച് ദരിദ്രമാകണമായിരുന്നു. അതാണ് എക്കണോമിക്കൽ പ്രിപ്പറേഷൻ ഓഫ് ദ വേൾഡ്. ഞാനിത് വിശദീകരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എടുക്കാം. ഡൊണാൾഡ് ഗത്രിയുടെ ന്യൂ ടെസ്റ്റ്മെന്റ് ഇൻട്രഡക്ഷൻ എടുത്താൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് മുഴുവൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ സോഴ്സും പറഞ്ഞു തന്നിരിക്കുകയാണ്. പലരും ചോദിക്കുക ഏത് പുസ്തകം, നിങ്ങൾ അത് വായിച്ചു നോക്ക്. അപ്പൊ അത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങള് ക്രിസ്തുവിന്റെ സുവിശേഷവും പുതിയ നിയമവും അവതരിപ്പിക്കപ്പെട്ടത് ഗ്രീക്ക് ലാംഗ്വേജിലാണ്. ആ ലാംഗ്വേജ് മോശമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് തലമറന്നെണ്ണ തേക്കുന്ന പോലെയല്ലേ. ഞങ്ങളുടെ പുതിയ നിയമം എഴുതിയ ഭാഷ കൊള്ളത്തില്ല, പക്ഷെ പഴയ നിയമം എഴുതിയ ഏതോ അവ്യക്തമായ അസ്പഷ്ടമായ ലിപി നഷ്ടപ്പെട്ട ഒരു ഭാഷയുണ്ട്, അതാണ് വേണ്ടത്, അതാണോ ക്രിസ്തു എടുത്തന്നോ? ഈ ഗ്രീക്ക് ഭാഷ, ഈ ഗ്രീക്ക് വൽക്കരണത്തിന് വേണ്ടി കാത്തിരുന്ന് ഗ്രീക്ക് വൽക്കരിക്കപ്പെട്ട് ഗ്രീക്ക് ബൈബിളും രംഗത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ പുത്രൻ വന്നത്. ആ ഗ്രീക്ക് ബൈബിൾ വായിക്കാൻ വേണ്ടി തന്നെ വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു വായിച്ചത് ഗ്രീക്ക് ബൈബിൾ തന്നെ, നോ ഡൗട്ട് ഇൻ ഇറ്റ്.